സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. 6 പേരെ പുതുതായി മുഷാവറ അംഗങ്ങളാക്കി. ഇതോടെ മുഷാവറ അംഗങ്ങളുടെ എണ്ണം 38ആയി. സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. 6 പേരെയാണ് പുതുതായി മുഷാവറ അംഗങ്ങളാക്കിയത്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഏത് രീതിയിലാണ് പുനഃസംഘടന? അമൃത, 40 അംഗങ്ങളാണ് സാധാരണ നിലയ്ക്ക് സമസ്ത മുഷാവറ അംഗങ്ങളാവേണ്ടത്, മുഷാവറയിൽ ഉണ്ടാകേണ്ടത്. 40 അംഗങ്ങൾ ഉണ്ടായിരുന്ന മുഷാവറയിൽ പലരും മരിച്ചുപോയി, അംഗങ്ങളായിരിക്കെ മരിച്ചുപോയി. ഒപ്പം തന്നെയാണ് മുഷാവറ അംഗമായിട്ടുള്ള മുസ്തഫൽ ഫൈസിക്കെതിരെ സസ്പെൻഷൻ നടപടിയും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ മുഷാവറയിൽ ഇത്രയും ഒഴിവുകൾ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെ ഇന്നിപ്പോൾ പുതുതായി തെരഞ്ഞെടുത്തു. ഇതോടെ 38 പേരായി. മുഷാവറ അംഗങ്ങളുടെ എണ്ണം 38 പേരായി. ഇന്നിപ്പോൾ 6 പേരെ പുതുതായി തെരഞ്ഞെടുത്തത് ബഷീർ ഫൈസി ചീക്കോന്ന്, ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ വെളിമുക്ക്, പി. സൈദാലി മുസ്ലിയാർ മാമ്പുഴ, അലവി ഫൈസി കൊളപ്പറമ്പ്, ഷെരീഫ് ബാക്കബി കണ്ണൂർ, അബ്ദുൽ ഗഫൂർ അൻവരി മുദൂർ എന്നിവരാണ് ഇന്ന് പുതുതായി മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഷൻ നടപടി നേരിട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് ഇതുവരേക്കും ആളെ തെരഞ്ഞെടുത്തിട്ടില്ല. ഒപ്പം തന്നെയാണ് ഈ അടുത്ത് മരിച്ചുപോയ മറ്റൊരു മുഷാവറ അംഗത്തിന്റെ ഒഴിവും അവിടെ നികത്തിയിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത്, പാലക്കാട് സാദിഖലി ശിഹാബ് മുഷാവറയിൽ എടുക്കണമെന്ന് ലീഗ് അനുകൂല വിഭാഗം, സമസ്തയിൽ ലീഗ് അനുകൂല വിഭാഗം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അനുകൂല നടപടിയൊന്നും സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ആ വിഷയം ചർച്ചയായിട്ടില്ല എന്നാണ് സമസ്ത നേതൃത്വം അറിയിക്കുന്നത്. ഒപ്പം തന്നെ സാദിഖലി ശിഹാബ് വ്യക്തിപരമായി ചില ബുദ്ധിമുട്ടുകൾ മുഷാവറ അംഗമാവുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ഇന്നിപ്പോൾ പുറത്തുവരുന്നത്. അമൃത. ശരി, ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.